ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെളുപ്പാങ്കാലത്ത് 1 മണിക്കാണ് ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മളുടെ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് പോകാനാണ് കേട്ടോ. അതായത് വർഷത്തിൽ 12 ദിവസം മാത്രം തുറക്കുന്ന ശ്രീ പാർവതിയുടെ നടയിലേക്ക് പോകാനാണ് ഞാൻ ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ്ട് ഒരുങ്ങി റെഡിയായി അമ്മയെ കൊണ്ടൊരു വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അച്ചായിയാണ് രാവിലെ എന്നെ കൊണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത്. അപ്പം മാമിയുടെ അമ്മയും ഞാനും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും ഉണ്ട്. പിന്നെ ഞങ്ങൾ 100 കൂടുതൽ ആൾക്കാരുണ്ട് കേട്ടോ. 2 ടൂറിസ്റ്റ് ബസ്സോളം ആളിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി. അപ്പോൾ അച്ചായി ഞങ്ങളെ കൊണ്ടാക്കിയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ആദ്യം വന്ന് ഇറങ്ങിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓച്ചിറയിലാണ് കേട്ടോ. ഞങ്ങൾ ഓച്ചിറയിൽ ഇത്രയും വെളുപ്പാങ്കാലത്ത് ഞാൻ വന്നിട്ടില്ല. അങ്ങനെ ഓച്ചിറയിൽ വന്നപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലെ ആൾക്കാരെല്ലാം കൂടെ ഓച്ചിറയിലേക്ക് വന്നപ്പോൾ തന്നെ ഓച്ചിറ ക്ഷേത്രം നിറഞ്ഞു കേട്ടോ. അത്രയ്ക്കും ആളുണ്ടായിരുന്നു. പിന്നെ പോയ എല്ലാ സ്ഥലത്തും അതുപോലെ ആളുണ്ട്. കാര്യം ടൂറിസ്റ്റ് ബസ്സിനകത്ത് എല്ലാ ആൾക്കാരും ഇതുപോലെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഓച്ചിറയിൽ ഇറങ്ങി ഓച്ചിറയിൽ മഹാദേവനെ എല്ലാം കണ്ട് നല്ലപോലെ ഒന്ന് തൊഴാൻ പറ്റി കേട്ടോ. അപ്പോൾ ഓച്ചിറയിൽ നിർമ്മാല്യ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വെളുപ്പാങ്കാലത്ത് ഓച്ചിറയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം എന്താണെന്ന് ഇന്നലെ ഞാൻ മനസ്സിലാക്കി കേട്ടോ. അതോ നല്ല മഞ്ഞായിരുന്നു കൂട്ടുകാരെ, ഭയങ്കര മഞ്ഞായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിനൊക്കെ ശേഷം ഇത്രയും ലോങ് ട്രിപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്ര ഇരുന്ന് വേണ്ടേ പോകാൻ. എന്തായാലും നമ്മൾ തിരുവൈരാണിക്കുളത്ത് പോകാൻ വേണ്ടിയുള്ള എൻ്റെ ആ ഒരു കഷ്ടപ്പാടാണ് ഇത്രയും കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, എനിക്ക് പോയ എല്ലാ ക്ഷേത്രങ്ങളിലും നല്ല രീതിയിൽ കണ്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അടുത്തത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 ബസ്സിൽ ആളുണ്ടല്ലോ. നമ്മൾ 2 ബസ് ചെല്ലുമ്പോൾ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും നിറയും കേട്ടോ. പിന്നെ നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ 3, 4, 5 ഒക്കെ ടൂറിസ്റ്റ് ബസ് വേറെ വന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കുറേശ്ശെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റും. കാര്യം വെട്ടവും വെളിച്ചമൊന്നുമില്ല, ഉള്ള വെട്ടത്തിലൊക്കെയാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ മണ്ണാർശാല വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ പുറ്റും മുട്ടയൊക്കെ നമ്മൾ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ എടുത്തിട്ട് നമ്മൾ കുറച്ച് വെട്ടം, അല്ലെങ്കിലും പിന്നെ പച്ചപ്പ് കണ്ട ആ വഴിക്ക് ഞാൻ ഓടുമല്ലോ. അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് വെട്ടം കിട്ടിയായിരുന്നു. ആ വെട്ടത്തിലേക്കുള്ള വീഡിയോ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നേരെ അകത്തേക്ക് കയറുക. അപ്പോൾ അവിടെ ആണെങ്കിൽ നേരെ എല്ലാം അമ്പലം വൃത്തിയാക്കുന്ന സമയമാണ്. ഈ അടിച്ചുകളിമാരൊക്കെ തൂക്കുന്ന സമയമൊക്കെ ഈ സമയത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ആ സമയത്ത് തൊഴാൻ കയറി. എല്ലായിടും അഭിഷേകവും നിർമ്മാല്യം ആ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ആദ്യം നടക്കുന്നത് അമ്മാമ്മയും മാമിയാണ് കേട്ടോ. മാമിയുടെ അമ്മയാണ് നീല ചുരിദാറൊക്കെ ഇട്ട് ഇങ്ങനെ മുമ്പിൽ പോകുന്നത്, അത് അമ്മാമ്മയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള പകുതി മുക്കാലും ആൾക്കാർ തിരിച്ചിങ്ങോട്ട് വരും. അന്നേരം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലും. ഞങ്ങൾക്ക് 2 ബസ്സായിരുന്നല്ലോ ഉള്ളത്. ഒരു ബസ്സിലെ ആൾക്കാർ വളരെ പെട്ടെന്ന് എല്ലായിടവും ചെന്ന് പെട്ടെന്ന് ഇറങ്ങും. ഞങ്ങൾ ഇത്തിരി അങ്ങോട്ട് താമസിച്ച് ഞങ്ങളെ ബസ് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഉള്ള സീറ്റിലെ കുറച്ച് യാത്രയിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ സൈഡ് സീറ്റിൽ, ഞങ്ങൾ 3 പേരും ഒരു സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ സൈഡ് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അപ്പോൾ ഇനി അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ്റെ മുൻപിലാണ് കേട്ടോ. നമ്മുടെ കണ്ണൻ്റെ മുൻപിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ണൻ്റെ മുമ്പിൽ എത്തിയപ്പം അവിടത്തെയും കുറച്ച് കാഴ്ചകൾ എടുക്കാൻ പറ്റി. അങ്ങനെ താണ്ടെ ഭയങ്കര തണുപ്പാട്ടോ. നമ്മൾ അമ്പലപ്പുഴ എത്തിയിട്ടുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഒന്നാമത് ധനുമാസമാണ്. ധനുമാസത്തിലെ തണുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ മജന്ത പാവാട ഇട്ട് പോകുന്ന മോക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അമ്മയടുത്ത് പറയുന്നത് ഞാൻ കേട്ട്, അയ്യോ തണുക്കുന്നേ എന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലപ്പുഴത്തിൻ്റെ കുളം കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. അപ്പോൾ എല്ലാവരും വന്നിട്ട് കാലും കയ്യും ഒക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിങ്ങനെ കുടഞ്ഞ് കാല് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വഴുക്കലുണ്ട്, ഇറങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ആൻറ്റി എടുത്ത് പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ ഇറങ്ങുന്നില്ല, ആൻറ്റി കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങോട്ടൊന്ന് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആൻറ്റി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തളിച്ച് തന്നു കേട്ടോ. കാര്യം നല്ല തിരക്കാണ്, കുളത്തിലോട്ട് ഇറങ്ങാൻ കൂടി പോലും. അന്നേരം പിന്നെ നമ്മൾ ഇനി കഷ്ടാലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം, എന്തിനാ നമ്മളെ ദേഹത്ത് തട്ടി വീണ് പോയാൽ അത് പോരായോ. അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ പോയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തൊഴാൻ നിന്ന സമയത്ത് ശ്രീവേലി ഭഗവാന്റെ വരുന്ന സമയമായിരുന്നു കേട്ടോ. അങ്ങനെ ഭഗവാനെ കണ്ട് അങ്ങനെയും കൂടി തൊഴാൻ പറ്റി. അതും ഒരു വലിയ അനുഗ്രഹമാണ് നമുക്ക് ഈ സമയത്തൊക്കെ ക്ഷേത്രത്തിൽ ചെല്ലുന്നത്. നമ്മൾ പോയിട്ടുള്ള അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ, ഓച്ചിറ, പിന്നെ മണ്ണാർശാല, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ടായിരുന്നു, പിന്നെ തിരുവൈരാണിക്കുളം, അതുപോലെ ആലുവ മണപ്പുറം ക്ഷേത്രം. ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ പോയിട്ടുള്ളത്. പ്രധാനം നമ്മുടെ ലക്ഷ്യം തിരുവൈരാണിക്കുളമാണ്. പിന്നെ പോകുന്ന വഴിക്കാണ് ഇത്രയും ക്ഷേത്രങ്ങൾ നമ്മൾ കയറിയത്. അപ്പം അമ്പലപ്പുഴ തന്നെ പാർക്കിംഗ് സ്ഥലമുണ്ട്. പാർക്കിംഗ് സ്ഥലത്തു നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. മിറിയാസ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ കൂടെ വേറെ അതേപോലെ സെയിം ഒരു വണ്ടി ഉണ്ടായിരുന്നു. അത് തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട്.
മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ആൻറ്റിയാണ് ഇതുകൊണ്ട് ആ മുല്ലപ്പൂ വെച്ചേക്കുന്നത്. പിന്നെ മജന്ത ചുരിദാർ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൻറ്റിയെ കണ്ടോ അവരൊക്കെ. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് അവർ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നത് നമ്മൾ ആ സമയത്ത് അമ്പലപ്പുഴയുടെ ആ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിച്ച് നേരെ ഞങ്ങൾ വന്നേക്കുന്നത് ചോറ്റാനിക്കരയിലേക്കാണ് കേട്ടോ. ചോറ്റാനിക്കരയിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ കിളി പോയെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇത്രയും തിരക്ക് ചോറ്റാനിക്കര ഇന്നലെ പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു, അത്രയ്ക്ക് തിരക്ക്. ഒരു എന്താ പറയണ്ടേ, ഉറുമ്പ് നുള്ളിയിടാൻ പോലും മണ്ണ് നുള്ളിയിടാൻ പോലും ഇല്ലാത്ത സ്ഥലത്തൊക്കെ കയറി കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ ഈ മേളിൽ കൂടെയൊക്കെ നടപ്പന്തൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്നലെ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനത്തിനും കൂടെ ക്യൂ നിൽക്കുന്ന ആളാട്ടോ. നമുക്കങ്ങനെ അന്നദാനത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട്. കൃത്യം 2 മണിയാകുമ്പോൾ നമുക്ക് തിരുവരാണിക്കുളത്ത് അവിടെ എത്തണം. എത്തിയാൽ നമ്മുടെ പാസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് തൊഴാൻ നിൽക്കുന്ന ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഒരു കാര്യം പറയട്ടെ, പല ആൾക്കാരുടെ ഇടിയും തള്ളുമാണ് സഹിക്കാൻ പറ്റുന്നത്. എനിക്കറിയത്തില്ല ഇങ്ങനെ എന്തിനാണ് മനുഷ്യനെ തള്ളി കൊല്ലുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ചുമ്മാ നമ്മളെ തള്ളിയില്ല ഭിത്തിയിലൊക്കെ ഒട്ടിക്കുകയെന്ന് പറയത്തില്ല, അത് കണക്ക് ചില അമ്മാമ്മമാർ ഒട്ടിക്കും. ഞാനും തിരിച്ച് തള്ളി കൊടുക്കും കേട്ടോ. നമുക്കൊരു പരിധി ഇല്ലേ തള്ളി ഇടിയൊക്കെ കൊള്ളുന്നതിന്. അങ്ങനെ അവിടുന്ന് ചോറ്റാനിക്കര നേരെ കൃത്യം ഒരു 2-2:30 ആയപ്പോൾ ഞങ്ങൾ എവിടെയാണ് നമ്മുടെ തിരുവരാണിക്കുളത്ത് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡല്ല, തിരുവരാണിക്കുളത്ത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്തേക്കുന്ന KSRTCയും കാര്യങ്ങളും എല്ലാം. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് വാഹനങ്ങളെക്കാട്ടി കൂടുതലും ടൂറിസ്റ്റ് ബസ്സും KSRTC അതിനകത്താണ് എല്ലാവരും വന്നേക്കുന്നത്. ഇവിടെ കുറച്ച് എക്സസൈസ് ചെയ്യുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ സംസാരത്തിന് ഇച്ചിരി സ്പീഡ് കൂടുന്നത് ഞാൻ വോയിസ് കൊടുക്കുവാണ്. വീഡിയോ മാത്രമേ ഇന്നലെ എടുത്തോളായിരുന്നു, വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ വെയിലത്ത് നിന്ന് മുരിഞ്ഞതാണ്ട് റോസ്റ്റഡ് ആയിട്ടുണ്ട്, ആ പരുവായിട്ടുണ്ട് ഞാൻ കേട്ടോ. പിന്നെ മാമിക്കൊക്കെയാണെങ്കിൽ വെയിലടിച്ച് പെട്ടെന്ന് തലവേദന വരുന്നതാണ്. അപ്പം എൻ്റെ ഷോള് നല്ല നീളമുള്ള ലെങ്തി ഷോൾ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഷോളിൻ്റെ അറ്റം ഞാൻ മാമിക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഷോളിൻ്റെ അറ്റം മാമിയും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, മറ്റേ ഷോളിൻ്റെ അറ്റത്ത് ഞാനുണ്ട്. ബാക്കിൽ നീല ഇട്ടേക്കുന്ന അമ്മാമ്മയാണ് കേട്ടോ, മാമിയുടെ അമ്മയാണത്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ സെറ്റായിട്ട് നടക്കും. അപ്പം ഞങ്ങൾ 3 പേരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ 3 പേരും ഒരുമിച്ച് നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത്രയും തിരക്കല്ലേ, ആരാ എവിടെ എന്തോ ഒന്നും അറിയത്തില്ല. കൈ വിട്ടുപോയി തന്നെ കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആ ഒരു രൂപങ്ങളും തിരക്കിൻ്റെ കാര്യങ്ങളും എല്ലാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും ഇച്ചിരി അങ്ങോട്ട് ബാത്റൂമൊക്കെ ഉണ്ട്, അവിടെ പോകേണ്ടവർക്ക് ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക. അപ്പോൾ വെർച്വൽ വെരിഫിക്കേഷൻ ക്യൂവിൻ്റെ സ്ഥലമാണത്. അപ്പം നമ്മുടെ കോർഡിനേറ്ററായിട്ടുള്ള ആൻറ്റിമാർ അവിടെ പോയി നമ്മുടെ പാസും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വരും. നമുക്ക് അവർ ആ കൊണ്ടുതരുന്ന പാസുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അത് കീറി അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടേ ഏകദേശം അമ്പലത്തിൻ്റെ വാതിലിൽ, അതായത് കവാടം അടുക്കാറായിട്ടുണ്ട്. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നമ്മൾ ഈ മുളകും മല്ലിയൊക്കെ വെയിലത്തിട്ട് ഉണക്കാൻ വെക്കുമ്പോൾ കിട്ടുന്നൊരു വെയിലുണ്ടല്ലോ, അത്രയ്ക്കുള്ള വെയിലായിരുന്നു, പൊരിഞ്ഞ വെയിലായിരുന്നേ. അങ്ങനെ നടന്ന് തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രം എന്ന ഈ ഒരു കവാടം കണ്ടപ്പോൾ തന്നെ മനസ്സിനെന്തോ വല്ലാത്തൊരു സുഖമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചെരുപ്പുകൾ ഞങ്ങൾ ഏതാണ്ട് ഒരു സ്ഥലത്ത് ഇവിടെ ഒരു മൂലയ്ക്ക് ഞങ്ങൾ കൊണ്ട് സ്റ്റെപ്പിൻ്റെ അടി സൂക്ഷിച്ചു വെച്ച്. അല്ലാതുള്ളവരുടെയൊക്കെ കൂട്ടത്തിൽ ഇട്ടാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാര്യം 2-3 ലക്ഷം ചെരുപ്പൊക്കെയാണോ കിടക്കുന്നത്, അമ്മാതിരി ചെരുപ്പുകൾ. അതിനിടയ്ക്ക് നമ്മുടെ ചെരുപ്പ് കൊണ്ടിട്ട് നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ നടക്കാൻ തുടങ്ങുന്ന ഇവിടുന്നേ തുടങ്ങുന്നുണ്ട് ക്യൂ. പിന്നെ ഇവരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇവരുടെ ഫോട്ടോ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ഈ 13-ാം തീയതിയാണ് അമ്പലം അടയ്ക്കാൻ പോകുന്നത്. ഇപ്പം അടച്ചു കഴിഞ്ഞാൽ ഇനി 2027 അടുത്ത തിരുവാതിരയ്ക്ക് അമ്പലം തുറക്കത്തുള്ളൂ കേട്ടോ. 12 ദിവസം മാത്രമാണ് നമ്മുടെ തിരുവരാണിക്കുളം ദേവിയുടെ പാർവതി നട തുറക്കുന്നത്. മഹാദേവൻ്റെ അമ്പലം എപ്പോഴും തുറന്നിരിക്കും, പാർവതി ദേവിയുടെ നട 12 ദിവസം മാത്രമേ തുറക്കാറുള്ളൂ. അപ്പോൾ ഈ മാസം 13-ാം തീയതി അടയ്ക്കും. നമ്മൾ 10-ാം തീയതി ആയിരുന്നു പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ്ട് ക്യൂവിനകത്ത് അവിടുന്ന് നമ്മളെ കവാടത്തിൻ്റെ അവിടുന്ന് ഈ ക്യൂവിനകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഈ സമയത്ത് നമ്മുടെ കോർഡിനേറ്ററായിട്ടുള്ള ഒരു ആൻറ്റി വന്നിട്ട് തീരെയും കാല് ചെയ്യാത്ത 10 പേരെ പെട്ടെന്ന് കയറ്റാമെന്ന് പറഞ്ഞ് മാമിയുടെ അമ്മാമയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാനും മാമിയൊക്കെ പിന്നെ എല്ലാം അനുഭവിച്ച് തന്നെ കയറിയത് കേട്ടോ. അത്രയ്ക്ക് ഇടിയും ചതച്ചിലും എല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സ്കൂട്ടറും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പ്രൈവറ്റ് അങ്ങോട്ടൊക്കെ പാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ പല വീടിൻ്റെയും മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ചെരുപ്പിടരുത്, എടുത്ത് മാറ്റുന്നതെന്ന്. പക്ഷെ നമ്മൾ മലയാളികളാണ്, ഭയങ്കര അനുസരണമാണല്ലോ. അവിടെ ഇടരുതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കാണാം ആ ബോർഡിൻ്റെ അടിയിലെല്ലാം ചെരുപ്പാണ്. പോലീസുകാരായാലും ആരായാലും ഒരു നിയന്ത്രിക്കുന്നതിന് അത്രയ്ക്കും പരിധിയുണ്ട് കൂട്ടുകാരെ. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇത്രയും തിരക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ഇടി കൊണ്ട് ഞാൻ ചത്ത. എനിക്ക് ഇന്നിപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റ് ഒരു പണി പോലും ചെയ്യാൻ വയ്യ.
ഇന്നലെ രാത്രി ഞങ്ങൾ 1 മണിക്ക് ആയപ്പോഴാണ് വന്നത് കേട്ടോ. ശനിയാഴ്ച പോയി, ഞായറാഴ്ച 1 മണി രാവിലെ 1 മണിയായപ്പോഴാണ് വീട്ടിൽ എത്തിയത്. അങ്ങനെ കണ്ട ഈ ഒരു സ്ഥലം എത്തിയപ്പോൾ എൻ്റെ വിചാരം എന്താ പറയുക, ഓ ഭഗവാനെ രക്ഷപ്പെട്ടു, എല്ലാവരുടെയും പറഞ്ഞ് ഭയങ്കര ക്യൂ നിൽക്കണം, നമ്മളങ്ങ് എത്തിയല്ലേ എന്ന് പറയുക. പക്ഷേ എന്തോന്ന് തോന്നില്ല, മേളിൽ കൂടെ ആൾക്കാർ പോകുന്ന കണ്ടോ. ആ ഒരു സ്ഥലം എത്തണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് നടന്നൊരു മൈതാനം കണക്ക് പോകണം. അവിടെ പോയി കുറേ കസേരക്കളി കഴിഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂ കേട്ടോ. ക്യൂ അല്ല, ഞാൻ പറയുന്നതൊക്കെ മാറുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. കാര്യം വയ്യാതെ വോയിസ് കൊടുക്കുന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എപ്പോൾ ഇടാനാണ്. അപ്പോൾ അതാണ്ട് അകത്ത് അവിടെ നീരാഞ്ജന വിളക്ക് കത്തിക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ തിരക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പാസ്സാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ അതാണ്ട് അവിടെ ഇവിടെ എല്ലാവരുടെ ആളാണ്. പിന്നെ മഞ്ഞൾപ്പറയും അതും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പറകൾ. പേരും നാളും ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമ്മൾ പറ എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പൈസ കൊടുക്കുക. മഞ്ഞൾപ്പറയ്ക്ക് 100 അതൊക്കെയാണ് കേട്ടോ. ഞാൻ ഒരു മഞ്ഞൾപ്പറ എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുക്കണമെങ്കിൽ കാണുന്ന ക്യൂ ആണെന്നതുപോലെ അപ്പുറത്തോട്ട് കാണുന്ന ക്യൂ, എല്ലാത്തിനും ക്യൂ. ഇതുപോലെയാണ് പാസ് അവർ മേടിച്ചെങ്കിൽ മാത്രമേ നമ്മളെ അതിനകത്ത് കയറ്റി വിടത്തുള്ളൂ. ഇതാണ് നമ്മളുടെ പാസ്. ഈ പാസ് കയ്യിലില്ലെങ്കിൽ നമ്മളെ കയറ്റി വിടത്തില്ല. അപ്പോൾ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ പാട് ഇത്ര അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ ബുക്കിങ്ങും ഇല്ലാതെ വരുന്ന ആൾക്കാർ, സാധാരണക്കാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ഇനി കസേരക്കളിയുടെ സമയമാണ്. അങ്ങനെ ഞങ്ങൾ കവാടത്തിനടുത്ത് നടന്ന ഈ മൈതാനം കണക്കുള്ള സ്ഥലത്ത് വന്ന് കസേരക്കളി പോലെ കറങ്ങിയിട്ടും എവിടെ എത്താനാ, ഒരു സ്ഥലത്തും എത്തത്തില്ല. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾക്കൊരു രസം കാണാം. ഈ കറങ്ങുമ്പോഴൊക്കെ ഇവിടെ ആൾ കുറവായിരുന്നല്ലോ. ആ കറങ്ങിയ സ്ഥലമാണ് നിങ്ങൾ ഇപ്പോൾ നേരി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെ ഞാൻ അച്ചായിയെയും അമ്മയും വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ്ട് നമ്മൾ കസേരക്കളി കളിച്ച് ഇത്രയും ജനങ്ങളായി കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാർ ഒരു സ്ഥലത്തോട്ടും കൂടെ മാറ്റിയെങ്കിൽ മാത്രമേ, ഈ കാണുന്ന സ്ഥലത്തോട്ട് മാറ്റിയെങ്കിൽ മാത്രമേ ഇനി അവിടെ അടുത്ത ആൾക്കാരെ പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. ഞാൻ വിചാരിച്ച എൻ്റെ പൊന്നെ അവിടുത്തെ കസേരക്കളി കഴിഞ്ഞ് തീരുമ്പോൾ കയറാവുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കോ എനിക്കറിയാൻ വയ്യ. ഇവിടെ വന്നപ്പോഴത്തേക്ക് 10-35 ഇതുപോലെ വരി സാധനങ്ങളുണ്ട്. അതിനകത്തൂടെ എല്ലാം കയറി എൻ്റെ പൊന്നു കൂട്ടുകാരെ പപ്പടമായെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നിൽക്കാൻ വയ്യ. ഞങ്ങൾ 2 മണിക്ക് കയറി, ഞങ്ങൾ 5:30-6 മണിയായി ഒന്ന് അമ്പലത്തിൽ കയറി ദേവിയെ കണ്ടപ്പം. അപ്പം 5-6 മണിക്കൂർ നീണ്ട ഒരേ ക്യൂവിനകത്ത് തന്നെ നമ്മൾ നിന്ന് കേട്ടോ. അപ്പോൾ ആ നീല ബോർഡിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. അതിലേക്കൂടെ ഇങ്ങനെ വേണം നമുക്ക് ഈ നിൽക്കുന്ന ജനങ്ങൾക്ക് ഇത്രയും കറങ്ങി കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് മോളെ 2-3 വീഡിയോസൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് ഞാൻ കുഴഞ്ഞു. അങ്ങനെ ആ മോള് പറഞ്ഞ് ആ എടുത്തു തരാം ചേച്ചി, എടുത്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കുറച്ച് ഫോൺ ഇങ്ങനെ കറക്കി ചുറ്റി പിടിച്ചൊക്കെ എടുത്ത വീഡിയോസാണ് ഇപ്പം നിങ്ങൾ കണ്ടതൊക്കെ കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാൻ വയ്യ, അത്രയ്ക്ക് തിരക്കായിപ്പോയി. അങ്ങനെ ഞങ്ങൾ വേണ്ട ആ മേളിലോട്ടൊന്ന് കയറിയിട്ടുണ്ട്. മേളിൽ കയറിയപ്പോൾ നമുക്ക് നമ്മുടെ മൂക്കും കയ്യും തലയൊക്കെ ആരുടെയൊക്കെ ദേഹത്തോ കഷത്തിൻ്റെ അടിയിലോ ഒക്കെയാണ് കേട്ടോ. ആ ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഞെരുക്കി അങ്ങ് കൊല്ലുവാണ്. അമ്മാതിരി തിരക്ക്. ഒരവണ മേടിക്കണമെങ്കിൽ അതിനെയൊക്കെ കാട്ടി തിരക്ക്. എന്തോ ചെയ്യണേലും തിരക്ക്. ഇത്രയും ആൾക്കാർ കാണുമല്ലോ എല്ലായിടവും. അങ്ങനെ ഞങ്ങൾ കൊണ്ട് ആ സൈഡിൽ കാണുന്നുണ്ട്, നിങ്ങൾ കടുകുമണി പോലെ കിടക്കുന്നുണ്ടോ, ആ സൈഡിൽ കൂടെ ഒരു ഇത് കെട്ടി ആ സൈഡിൽ കൂടെ ആണ് നമുക്ക് അകത്തേക്ക് ശ്രീകോവിലിൽ കയറേണ്ടത്. അന്നേരം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട് ഇടി കൊണ്ട് കയറിയിട്ട് ആ കയറാൻ ചെല്ലുന്ന സമയത്ത് കുറേ സുഖക്കാരായ 10,000-2,000 രൂപ കൊടുക്കുന്ന സ്പെഷ്യൽ ആൾക്കാരെ പിടിച്ചിട്ട് അവരെയും കൂടെ കയറ്റിയിടാൻ നിൽക്കുക. അവരുടെ ഇടിയാണ് എൻ്റെ പൊന്നു കൂട്ടുകാരെ സഹിക്കാൻ വയ്യാത്തത്. ഇടിയെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇടിയുണ്ടോ, അമ്മാതിരി ഇടി, നമ്മളെ അങ്ങ് ചമ്മന്തിയാക്കി കളയും. ഞാൻ നോക്കിയപ്പം എൻ്റെ കാലിൻ്റെ പുറത്തൊക്കെ വേറെ ആൾക്കാരുടെ കാല്, ഞാൻ പറഞ്ഞു നിങ്ങൾ കാലെടുത്ത് മാറ്റൂല്ല. നമ്മളെ എൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ കുറേ ആൾക്കാരുടെ തല, നീളമില്ലാതെ കുറേ ആൾക്കാരുടെ തല, എനിക്കറിയാൻ വയ്യ എന്തുവായാലും. പക്ഷേ തലയും മാറ്റും ഒക്കെ എവിടെ ആയാലും അമ്മയെ എനിക്ക് നല്ല കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് കണ്ണിൽ കണ്ട് തന്നെ തൊഴാൻ പറ്റി കേട്ടോ. അടിപൊളിയായിട്ട് എനിക്ക് തൊഴാൻ പറ്റി. അങ്ങനെ തൊഴുതപ്പോൾ തന്നെ നമുക്ക് ഇത്രയും നേരം നിന്ന് അനുഭവിച്ച വേദനകളെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വല്ലാത്തൊരു ഫീലാണ്. കാരണം ഞാൻ പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ അമ്മയെ കാണാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്ക് പ്രത്യേകത തന്നെയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് തൊഴുതിറങ്ങി ഇനി മഞ്ഞൾപ്പറ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. പക്ഷേ മഞ്ഞൾപ്പറ ഇടാൻ നേരത്തെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് എല്ലാവരെയും ബുദ്ധിമുട്ടിയത് ശരിയല്ലല്ലോ. അന്നേരം പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി അരവണയും പ്രസാദവും ഒക്കെ മേടിക്കുന്ന കൗണ്ടറാണ് ഉണ്ണിയപ്പോൾ മേടിക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ക്യൂ നിൽക്കാൻ വയ്യ. തലവേദനയായി, എനിക്ക് ദേഹം വേദനയായി, ഞാൻ കുഴഞ്ഞു. എൻ്റെ കാലിൻ്റെ വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ക്യൂ നിന്ന്, അതും പാറക്കല്ലും ചരലും മണ്ണിനകത്തൊക്കെ ക്യൂ നിന്നത്. അത് കാരണം തന്നെ കാല് കറയെ കുത്താൻ വയ്യ. അങ്ങനെ എന്തായാലും ഉള്ളതൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് താണ്ടെ എന്തെങ്കിലും ഒരു സാധനം ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്ന് മേടിക്കാനാ,
കടക്കാർക്ക് പോലും അറിഞ്ഞൂടാ ആരാ വരുന്നത്, ആരുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിക്കേണ്ടത്. പലരും അവരെ പൈസ കൊടുക്കാതെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, കഴിവതും നിങ്ങൾ സ്വർണ്ണമാലയോ സ്വർണ്ണ വളകളോ സ്വർണ്ണ കമ്മലോ ഒന്നും ധരിക്കാതെ പോകണം. ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ അവരിങ്ങനെ പ്രത്യേകം ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാല നമുക്ക് സ്വർണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ, നമുക്ക് ആരെ കാണിക്കാനാണ് നമുക്ക് ഉണ്ടെന്ന്. അപ്പം ഇന്നത്തെ സ്വർണ്ണത്തിൻ്റെ വില 1 ലക്ഷത്തിന് മേളിലാണ്. കഴിവതും ആരും ഇങ്ങനെ തിക്കും തിരക്കുള്ള സ്ഥലങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് പോവുകയേ ചെയ്യരുത്. നമുക്ക് സ്വർണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ മതി, ആരെയും കാണിക്കേണ്ട നമ്മൾ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ്ട് കുറേ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഫോട്ടോ എടുക്കാൻ മാത്രമേ എന്നെക്കൊണ്ട് പറ്റുകയുള്ളൂ. കുപ്പിവള വേണമെന്നുണ്ടായി ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കുപ്പിവള മേടിച്ചിട്ട് എന്താ ചെയ്യാൻ, എല്ലാം പൊട്ടി ചിഹ്നം പിതറി പോവും, അത്രയ്ക്ക് തിരക്കല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രി 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ആലുവ മണപ്പുറത്ത് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് തൊഴാൻ പോലും വയ്യായിരുന്നു. രാത്രി 1 മണിയായി ഞായറാഴ്ച ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ അച്ചായി ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾക്ക് കാണാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ തിരുവൈരാണിക്കുളത്തൊക്കെ പോയിട്ട് ദാണ്ട് ഇപ്പോൾ വീട്ടിൽ കയറി വന്നതേ ഉള്ളൂ. അയ്യോ, ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താണ്ടെ അച്ചായി എല്ലാ വീഡിയോ ആണ് ഇത് എടുത്തു തന്നെ കേട്ടോ. സമയം താണ്ടെ രാത്രി 1 മണി ഞായറാഴ്ച ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തായാലും മറക്കണ്ട. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ടാറ്റ ബൈ ബൈ.